നമ്മളത് ശക്തമായ രൂപത്തിൽ പറയും. അത് പറഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട ദാസ്യവേല എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ റീച്ച് മൗലവിക്ക് വല്ലാത്ത വിഷമം. റീച്ച് മൗലവി പറഞ്ഞിരുന്നു കേട്ടോ, എന്തെന്ന്, ഞാൻ അവരെ ശബ്ദം കേൾക്കരുത്, ചെവി കൊടുക്കരുത്. നമ്മൾ അതിനെ അവഗണിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ദഅവത്ത് ഈ മൂന്നാളെ കേൾക്കാതിരിക്കാന്ന് മൂപ്പര് പറയും ചെയ്യുക, മൂപ്പരെന്നെ കേൾക്കും ചെയ്യുക. ആരെങ്കിലും കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കും ചെയ്യുക. കുന്നമംഗലത്തെ പരിപാടി കഴിഞ്ഞ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മൂപ്പരിതാ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിരിക്കണം. നമുക്ക് അവിടെ തുടങ്ങല്ലേ, എന്നാ വെച്ചോളൂ. നശിച്ചനാവിന്റെ ഉടമയായ ലക്ഷണം കെട്ടവനായ പേരോട്ടുകാരൻ, ലക്ഷണം കെട്ടവനല്ലെങ്കിൽ ലോകത്താരാമുമിനിങ്ങളെ ലക്ഷണം കെട്ടവൻ. അതുകൊണ്ട് അക്ഷരം തെറ്റാതെ ഞങ്ങൾ ഉറപ്പിച്ച് ഉറക്ക വിളിച്ചു പറയുന്നു, ഇവനാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലക്ഷണം കെട്ടവൻ, ഈ പേരോട്ടുകാരനാ. ഒരു സംശയവും ആ വിഷയത്തിന് വേണ്ട. അത് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ? ഇവൻ ഈ ലക്ഷണം കെട്ടവൻ എന്നൊക്കെ വിളിച്ചാരെന്നറിയോ? ബഹുമാനപ്പെട്ട നമ്മുടെ പേരോട് ഉസ്താദ്. അപ്പൊ ഈ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞില്ലേ പേരോട്ടുകാരെന്ന്. എന്നിട്ട് പിന്നെ മൂപ്പര് വിശദീകരണം എന്തെന്നാ പറയാ? എങ്ങനെങ്കിലുമൊക്കെ സിമ്പതി നേടാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. അതുകൊണ്ടൊന്നും ഇത് കഴിച്ചലാവൂല. ഇത് കേൾപ്പിച്ചിട്ട് മൂപ്പര് എന്താ പറയണത്? നമ്മളാ ഇത് കേൾക്കരുത് എന്നാട്ടോ, മറുപടിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ മൂന്നാളുകളെയും കേൾക്കരുത് എന്ന് പറഞ്ഞാൽ സാധുമാർ നിൽക്കണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, കുന്നമംഗലത്ത് അയ്യ കേൾക്കണോ കേൾക്കണ്ടെന്ന് തീരുമാനിക്കാൻ ആള് വേറെയുണ്ട് സുഹരി. അതിന് ആൾക്കാർ ഇവിടെ വേറുണ്ട്. ഇനിയിപ്പ ഈ കേൾക്കില്ല എന്ന് കരുതിയോ, ഇതും കേൾക്കൂ, കേട്ടോളണം, മറുപടി പറഞ്ഞോളണം. അങ്ങനെ വിടൊന്നുമില്ല എന്നെ, അങ്ങനെ കഴിച്ചലാൻ പറ്റൂല. ഇത് ഇറങ്ങി കുടുങ്ങിയതാ. ഈ പലോരായിട്ട് കൊഞ്ചിക്കളി നടത്തിയിട്ടുണ്ട്. പക്ഷെ തനക്ക് ആള് മാറി, സ്ഥലം മാറിയത്, എനിക്ക് സ്ഥലം മാറി. ഇത് മശായിഖുമായിട്ട് ബന്ധപ്പെട്ടതാ. ഞങ്ങൾ ഈ വേറെന്തൊക്കെയോ കോപ്രായത്തരങ്ങളും കോമാളിത്തരങ്ങളും കാണിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അമൽക്ക് വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ എവിടെ പിടിച്ചത്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെതിരെ ആദർശ വിരുദ്ധത, വഹാബീസത്തിലേക്ക് പാവപ്പെട്ട ചെറുപ്പക്കാരെ കൂട്ടിക്കൊടുക്കുന്ന രംഗം കണ്ടപ്പോ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു. ഇനി കേട്ടോളെ, നിങ്ങള് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ദഅവത്ത് മൂപ്പരൊന്ന് പറഞ്ഞു തരും, വെച്ചുകൊടുക്കും. ഇനി വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദഅവത്ത് എന്നുള്ളത് ഇത്തരം സംസാരങ്ങൾ മറുപടി പറയാൻ പോലും നമ്മൾ കേൾപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ എന്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു എന്ന് വെച്ചാൽ, മൂന്നാളെ ഫോട്ടോ വെച്ചു കൊടുത്തിട്ട് പറയണു ഇവരെ സംസാരം കേൾക്കാണ്ടിരിക്കുകയാണ് വർത്തമാന കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ദഅവത്ത്. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ ഈ പണിക്കുന്നല്ലേ? അയച്ചു കുടുങ്ങിയിട്ട് ചെയ്തതാ. ഞാൻ പറയണല്ലോ കേട്ടോ, മൂപ്പരെന്നെ പറഞ്ഞോട്ടെ, വെച്ചു കൊടുക്കുവാനെ. നമ്മള് ഈ വ്യാജ ത്വരീക്കത്ത് പോലും പലതിനെയും നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ രീതിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതിനകത്തൊന്നും നമ്മളെ മറുപടി ഒന്നും കേൾക്കും, അവരവർ വഴിക്കും. ഇതങ്ങനല്ല, പിന്നാലെ നടന്ന് ആക്രമിക്കുക, പിന്നാലെ നടക്കുകയാണ്. ഇതെന്ത് എഴുതിയിട്ട് ഇതിനെ ഇറങ്ങിയേ? അതാ പറഞ്ഞേ. അതായത് പല വ്യാജ തെരീക്കത്തേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ രീതിശാസ്ത്രം എന്താ? നമ്മൾ പറയണ മറുപടി ഒന്നും അവർ കേൾക്കൂല, അവരവരെ വൈക്ക് പോവും. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഇതാ വ്യാജത്തിൽപ്പെട്ടതല്ല, ഇത് ഒറിജിനലാണ്. തിരിഞ്ഞില്ല എനിക്ക്? ഒറിജിനലിനെ തൊട്ടാൽ ഇളകും, അവിടെ ശക്തായിട്ട് ഇടപെടും, മറുപടി കിട്ടും. അതിൽ യാതൊരു സംശയം എനിക്ക് വേണ്ട. വ്യാജ തെരീക്കത്തേരൊക്കെ പറഞ്ഞാല് അവരെ കേട്ടിട്ടുണ്ട് പോവും, മറുപടി അറിയില്ല എന്ന്. ഇവിടെ അത് നടക്കൂല. ഇവിടെ എങ്ങണ്ട് പറഞ്ഞാൽ ചുരുങ്ങിയത് 1ന് 10, സമയമുണ്ടോ 100 വരെ പ്രതീക്ഷിക്കാം. അവിടുന്ന് അങ്ങണ്ടി നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പൊ ആ പരിപാടി നടക്കൂല. അപ്പൊ ആ കളി ഉണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് പറയണെന്താ? ചെവിവട്ടത്ത് തന്നെ നമ്മൾ കേൾക്കണ്ടാന്ന് ഉപദേശം കൊടുക്കാം. മൂപ്പർക്ക് ഉപദേശിച്ചിട്ടുണ്ട് മതിയാവണില്ല, അടുത്ത ഉപദേശം വെച്ചു കൊടുക്കാം. നടത്തുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ പോയി 4 ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പകരം ചെവിവട്ടത്തിന് ഒഴിവാക്കുക എന്നുള്ളതാണ്. മുഖ്യധാര മുസ്ലിമുകൾ കേൾക്കാറില്ലാത്തൊരു പ്രഭാഷണം നമ്മൾ എന്തിനു പങ്കുവെക്കണം? നമ്മൾ പങ്കുവെക്കാൻ പാടില്ല, നമ്മൾ കേൾക്കാൻ പാടില്ല. എത്രയോ ഹൈറായ കാര്യങ്ങൾ കൂടെ കേൾക്കാനുണ്ട്, കാണാനുണ്ട്. അതുകൊണ്ട് ഉസ്താദന്മാരെ പ്രത്യേകിച്ച് പറയാണ്, എനിക്കടക്കം ഈ ലിങ്ക് ഇടരുത്. ഈ ലിങ്ക് ഇട്ടാൽ ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കും. നിങ്ങളാണ് ഇതിന്റെ പ്രചാരകനായി മാറുന്നത്. പറഞ്ഞു സാർ, ഒരാളും അത്രയും ലിങ്കിൽ ഇടുകയോ സംസാരിക്കുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒഴയോടോ ചെവിവട്ടത്ത് കേൾക്കാനേ പാടില്ല. ചെവിവട്ടത്ത് ഞാൻ ചെവി എന്നെ മുറിച്ചളയുന്നോടത്തപ്പോ പേടി നമ്മള് മൂപ്പരേ ചെവിവട്ടത്ത് കേൾക്കാൻ പാടില്ല. മുഖ്യധാരാ മുസ്ലിങ്ങൾ കേൾക്കാത്ത ആരാ മോനെ മുഖ്യധാരാ മുസ്ലിങ്ങൾ?
നിങ്ങൾ 4 ആൾക്കാരോ? നിങ്ങൾ 4 ഈ നയൽവാദിനെ ന്യായീകരിച്ചു വരുന്ന ആൾക്കാരെ മുഖ്യധാര മുസ്ലിങ്ങൾ അത് തിരക്കടില്ല. മുഖ്യധാര മൊത്തം നിങ്ങളെ കയ്യിലാ, പൂതി തിരക്കടില്ല മുഖ്യധാര. പിന്നെ ഉസ്താദുമാരോട് പറയാം, നിങ്ങളിത് പങ്കുവെക്കരുത് കേട്ടോ, കേൾക്കരുത്, ലിങ്ക് ഇടരുത്, ഇക്കിട്ടരുത്. ഇക്കിട്ടാൽ ഞാൻ നേരിട്ട് വിളിക്കും, ഭീഷണിയാ. വെറുതെ പറയണത് ഇപ്പം തന്നെ കേൾക്കണാണെന്ന്. സംഭവം ഇനിയിപ്പത് ഇപ്പൊ എനിക്ക് സ്വൈരം ഉണ്ടാവില്ലാന്ന് അത് കേൾക്കണം. ഈ മറുപടി പറയണം, വിടൂലെന്നെ. ഞങ്ങൾ ആദർശപരമായി ചോദിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കണം, യാതൊരു സംശയം വേണ്ട. അപ്പൊ എന്താ മൂപ്പരന്റെ അവസാനം പറയണ്ട്, ഇപ്പട്ട ക്ലിപ്പിന്റെ അവസാനം പറയണ്ട് എന്തെന്ന്, ഇത് ഇവരെന്താണ് ഇങ്ങനെ പറയണേണ്. അപ്പോ നമ്മൾ കുഴയോടാന്ന്. അല്ലെങ്കിലും നിങ്ങൾ കുഴഞ്ഞിട്ടാ എടുക്കണത്, അല്ലെങ്കിലും കുഴഞ്ഞിട്ടാ എടുക്കണത്. ഇപ്പോ ഒന്നിനും കഴിയാതെ ആദർശപരമായി കുഴഞ്ഞു കിടക്കുക. എന്നിട്ടും പിന്നെയും മൂപ്പര് പറയാം, ഉസ്താദുമാരോട് വീണ്ടും പറയാനുള്ള എന്താ കേട്ടോളെ നിങ്ങൾ. മൂപ്പര് പറയുന്നുണ്ട് ഹൃദയപക്ഷം. ഓന്റെ ഒരേ ഹൃദയപക്ഷം ഞാൻ കാണിച്ചു തരുന്ന എന്റെ ഹൃദയപക്ഷം വെച്ചു കൊടുക്ക്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഉസ്താദുമാരെ മനസ്സിലാക്കേണ്ടത്, കേരളീയ മുഖ്യധാര മുസ്ലിമീങ്ങളുടെ ഹൃദയപക്ഷ വായന മറന്നിരിക്കണം. അതായത് ഇന്നലെ ഞാൻ വൈകുന്നേരം വേങ്ങര ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ലിങ്ക് എനിക്ക് ആരും വാട്സപ്പിൽ ഇട്ട് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവന്റെ ശബ്ദം, ആരെ ആ കാണുന്ന ആളെ ഇവന്റെ ശബ്ദം എന്താണിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞമ്മളീ പറയണതേ എന്തെന്ന്, വേങ്ങരയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് ഓപ്പൺ ആക്കി നോക്കുമ്പോ ഇവന്റെ ശബ്ദം, ആര് നമ്മളിതിങ്ങനെ ചോദിക്കണ ശബ്ദം കേൾക്കണ്, അതും എനിക്ക് സഹിക്കണില്ല. നമ്മൾ ഹൃദയപക്ഷാണ് നമ്മൾ കേരളീയ മുസ്ലിങ്ങളുടെ മുഖ്യധാര മുസ്ലിങ്ങളുടെ ഹൃദയപക്ഷം. തേങ്ങാക്കൊലിയാണ് നിങ്ങള് ഹൃദയപക്ഷല്ല, നിങ്ങൾ ഉദരപക്ഷം. ഓരോന്നങ്ങണ്ട് സ്വയം കണ്ട് കുഞ്ഞാപ്പോവുക. ഏതൊക്കെ രൂപത്തിലാ. ഞാൻ അങ്ങനെ ആലോചിച്ച് എന്തപ്പോ നമ്മളെ പ്രസംഗം അങ്ങനെ കേൾക്കരുത് എന്നൊക്കെ എത്രമാത്രം എനിക്കുണ്ടായ വിഷമെന്താ. ഇത്രമാത്രം വിഷമെന്താ എനിക്കുണ്ടായത്. അതിങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്താ അത് മൂപ്പരെന്നാ പറയണ്ട്, വെച്ചു കൊടുക്ക. അഭിപ്രായ വ്യത്യാസം. ഇപ്പം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പേരോട് ഉസ്താദിനോട് ഭയങ്കര വിരോധം ഉണ്ടാവാം. എന്നിരുന്നാൽ തന്നെയും ഉസ്താദിനെ പോലും ഇങ്ങനെ വ്യക്തിപരമായി ഇങ്ങനെ എണ്ണം കെട്ടമോ ലക്ഷണം കെട്ടമോ എന്ന് വിളിക്കുന്ന അവർ പോലും അംഗീകരിക്കില്ല. എനിക്ക് ലിങ്ക് അയച്ചു തന്നത് ഒരു സുന്നിയല്ല, എനിക്കിട്ട് ഇത് നിങ്ങളുടെ ഉസ്താദിനെ പറഞ്ഞു. കാരണം അവർ പോലും പറയും ഒരു മനുഷ്യനെ അങ്ങനെ പറയാൻ പാടില്ലെന്നാ. കാരണം നമ്മളെപ്പോഴും വിയോജിപ്പുകളിലൊക്കെ ഒരു മാന്യത പുലർത്തണ്ടേ. അതിന് പകരം വിയോജിപ്പുകളിൽ മാന്യത പുലർത്തണം മറക്കരുത് കേട്ടോ. എന്തപ്പം പറഞ്ഞ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊക്കെ പേരോടിനോട് ഭയങ്കര വിരോധം ഉണ്ടാകും. എവിടുന്നാണ് ഈ ചേരുന്ന ആ വിരോധമൊക്കെ പോയി ഇപ്പൊ ഒരു ബായ് ആണ്. ഇപ്പൊ പേരോടും ഹുസൈൻ സലഫി എന്നൊക്കെ പറഞ്ഞ ആരാന്നറിയോ, ഇവിടെ കസാര ഒഴിവാണ്, പേരോടെ അങ്ങോട്ട് വന്നോളേ. മുജാഹിദ് ബാലുശ്ശേരി വരെ ദ്വാരക്കാണ്, രണ്ടാരൊരു അബൂജാഹിലിനെ കൊണ്ട് ദീനിനെ രക്ഷപ്പെടുത്തണേ. ആര് പേരോടിനെ കൊണ്ടേ ദ്വാരക്കാണ്, ഇവിടെ സീറ്റ് റെഡിയാണ്. ഇപ്പൊ മുജാഹിദും പേരോടൊക്കെ ബായ് വിരോധമൊക്കെ പണ്ട്, അത് അന്ധകാലം. ഇതൊന്നും അറിയണില്ലേ. ഇങ്ങനെ വലിയ സോഷ്യൽ മീഡിയയിൽ 4 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കുന്നിട്ട് ഇതിനെ പറ്റിയൊരു ബോധമില്ല എനിക്ക്. പേരോടൊക്കെ അവിടുന്ന് വണ്ടി വിട്ടു ചങ്ങായി. അയാളിപ്പോ മുജാഹിദീങ്ങളായിട്ട് ബായ് കളിക്കാണ്. ആ കാലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവര് പരസ്പരം ദ്വാരക്ക് ഭയങ്കര സന്തോഷത്തിലാ, വരാൻ വേണ്ടി ദ്വാരുന്നോണ്ടിരിക്കുക. ഈ രൂപത്തിലാ കാര്യങ്ങളുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താ, പേരോടിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മളിപ്പോ ആദർശപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ തന്നെ ആ വിയോജിപ്പ് അത് നമ്മള് ശ്രദ്ധിക്കണ്ടേ. മൂപ്പരിക്ക് ലിങ്ക് അയച്ചു കൊടുത്തതാരാ? സുന്നികളെ അയച്ചു കൊടുക്കൂല. സുന്നികളൊക്കെ സന്തോഷിക്കുക. സുന്നികൾ ഈ പേരോടിന്റെ വഹാബി വാദം നമ്മൾ വിളിച്ചു പറയുമ്പോ നിങ്ങളത് വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഏതായാലും പറയാൻ പറ്റൂല, നിങ്ങളെങ്കിലും പറയും എന്ന് കരുതി ആശ്വസിക്കുക. പിന്നെ എനിക്ക് വിട്ടുകൊടുത്തതാരാ? ബന്റെ ബായ് ആരാ? ബൻ തന്നെ പറയണ്ട് സുന്നിയല്ലാത്ത ആളാ വിട്ടെന്ന്. വഹാബി വിട്ടുകൊടുത്തിട്ട് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കണേ. നമ്മളെ പേരോടിനെ എങ്ങനെയൊക്കെ പറയണ്ട് കേട്ടോ. ഈ കുരുവട്ടൂക്കാര് സാവിയത്ത് സൂഫിയൻ ഈ തൊഴിയൂരൊക്കെ ഭയങ്കര പറച്ചില് പറയുന്നുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നിട്ട് ഇയാൾക്ക് വിട്ടുകൊടുത്തില്ലെങ്കിൽ സുന്നിയല്ല വിട്ടുകൊടുത്തത് എന്നിട്ട് പറയുന്നത് എന്താ, നമ്മളെപ്പോഴും വിയോജിപ്പിൽ ഒക്കെ ഒരു മാന്യത പുലർത്തണ്ടേ. അന്ന് വെച്ചുകൊടുത്ത മോനെ ലാസ്റ്റ് ഇപ്പൊ വെച്ചതിന്റെ ലാസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്ക, മാന്യത പുലർത്തണ്ടേന്ന് വെച്ച്. അവര് പോലും പറയും
അവര് പോലും പറയുമ്പോൾ ഒരു മനുഷ്യനെ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. കാരണം നമ്മളെപ്പോഴും വിയോജിപ്പുകളിലൊക്കെ ഒരു മാന്യത പുലർത്തണ്ടേ? അതിന് പകരം ഉണ്ടോ വിയോജിപ്പിൽ മാന്യത പുലർത്തണം. വിയോജിപ്പിൽ മാന്യത പുലർത്തുന്ന മാന്യദേഹമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോണത്. വിയോജിപ്പിലെ മൂപ്പരുടെ മാന്യത പ്രകടിപ്പിക്കുന്ന മാന്യദേഹത്തെ മാന്യതയോടെ ക്ഷണിക്കുക, വെച്ചെടുക്കുമോനെ. അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഊളും കിടങ്ങ് വാങ്ങിയാൽ മതി. അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഊളും കിടങ്ങ് വാങ്ങിയാൽ മതി. കാല് പിടിച്ചിട്ട് പിന്നെ എവിടൊക്കെ തടവണടാ, എവിടൊക്കെ മുത്തണം? നീയും നിന്റെ അവളും കൂടെ പോയി മുത്ത്. കാല് പിടിച്ചിട്ട് പിന്നെ എവിടൊക്കെ തടവണടാ, എവിടൊക്കെ മുത്തണം? നീയും നിന്റെ അവളും കൂടെ പോയി മുത്ത്. സുന്നിപ്പട്ട എനിക്കിതേ, നീ ഇത് അവിടെ കൊണ്ടുവച്ചോ. സുന്നിപ്പട്ട എനിക്കിതേ, നീ ഇത് അവിടെ കൊണ്ടുവച്ചോ. എനിക്ക് ആ ചുണ്ണിപ്പട്ടം വേണ്ട. ആ ചുണ്ണിപ്പട്ടം നീ 4 ആയിട്ട് മടക്കിട്ട് നിന്റെ അങ്ങോട്ട് വെച്ചോളി. എനിക്ക് ആ ചുണ്ണിപ്പട്ടം വേണ്ട. ആ ചുണ്ണിപ്പട്ടം നീ 4 ആയിട്ട് മടക്കിട്ട് നിന്റെ അങ്ങോട്ട് വെച്ചോളി. ഈ ഗുണ്ടബിനു കണ്ടങ്കേരി കോളനി. അപ്പൊ ഈ കണ്ടങ്കേരി കോളനി, ഈ ഗുണ്ടബിനു കണ്ടങ്കേരി കോളനി. അപ്പൊ ഈ കണ്ടങ്കേരി കോളനി എന്ത് ക്നാപ്പാടാ ഇതൊക്കെ? ഇതൊക്കെ അല്ലാണ്ട് ഇതിനു വേണ്ടി ഇതൊക്കെ തൊരീക്കത്തല്ല നിന്റെയൊക്കെ. എന്റെ വാക്കിനെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്ത് ക്നാപ്പാടാ ഇതൊക്കെ? ഇതൊക്കെ അല്ലാണ്ട് ഇതിനു വേണ്ടി ഇതൊക്കെ തൊരീക്കത്തല്ല നിന്റെയൊക്കെ. എന്റെ വാക്കിനെ കൊണ്ട് പറയിപ്പിക്കരുത്. എങ്ങനെയുണ്ട്? നല്ല മാന്യമായിട്ടാണല്ലോ അല്ലേ? വിയോജിപ്പിൽ മാന്യത പുലർത്തുക. എന്താ പറഞ്ഞ അഭിസാരികയുടെ സാരോപദേശം. ഇവർക്ക് ഇതൊന്നും ബാധകല്ല. ഇവർക്ക് എന്ത് തോന്നിയാസം. നമ്മള് ഹക്കായ ദീന് പറഞ്ഞ തൊള്ളേ തോണിയൊക്കെ പറയാം. വീട്ടിലിരിക്കണ ഭാര്യമാരെ വരെ പറയാ. മാന്യതയുടെ ഭയങ്കരാണല്ലോ, മാന്യതയുടെ മകുടോദാഹരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ ഇതിനൊക്കെ കാരണം? കാരണം എന്താ? നമ്മളെ നിഴൽവാദിയായ പേരോടിന്റെ നിഴൽവാദത്തിനെതിരെ, പിശാചുവാദിയായ പേരോടിന്റെ പിശാചുവാദത്തിനെതിരെ, കുഴഞ്ഞുകിടക്കുന്ന പിതാവാണെന്ന് മുത്തുറസൂലിനെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പേരോടിന്റെ ആരോപണത്തിനെതിരെ നമ്മൾ സംസാരിച്ചു എന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തപ്പോ ഇയാളും പേരോടും തമ്മിൽ ഇത്ര വലിയ ആത്മബന്ധം? സംഭവം ഇപ്പൊ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സ്ഥാനമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ എന്നാലും ഇങ്ങനൊരു ബന്ധമുണ്ടോ? അപ്പൊ അത് മൂപ്പരെന്നെ പറയുന്നുണ്ട്, ഇതിപ്പോ ഞാൻ എന്നെ ഈ വഴിയിൽക്കൊക്കെ വഴി നടത്തിയത് പേരോടാണ്. വെച്ചോടുക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദർസ് വിദ്യാർത്ഥി ആകുമോ, അങ്ങനെ കിനാവ് പോലും കാണാത്ത ആളായിരുന്നു ഞാൻ. ഞാൻ അടക്കമുള്ള ആളുകൾ ഓതാൻ പോകാനുള്ള കാരണം മദ്രസ കാലയളവിൽ പേരുടെ ഉസ്താദിന്റെ പ്രസംഗം എൻ്റെ ഉപ്പ പേപ്പറിൽ എഴുതുന്നത് അത് കാണാതെ പഠിച്ച് മദ്രസയിൽ പരിപാടിക്ക്, നബിദിന പരിപാടിക്ക് അവതരിപ്പിച്ചു, സമ്മാനം കിട്ടി. അന്ന് മുതൽ ആ പ്രസംഗത്തോടുള്ള ഇഷ്ടവും പിന്നെ പേരുടെ ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തോടുള്ള ഇഷ്ടവുമാണ് അവസാനം ദർസിലേക്ക് എത്തിച്ചത്. അതാണ് ഈ കോലത്തിലായത്. അതായത് അയാളെ കണ്ടിട്ടാണ് എന്ത് ചെയ്തത്, അയാൾ ആ കാട്ടിക്കൂട്ടലിലൊക്കെ ആകൃഷ്ടനായിട്ടാണ് ഈയും കുഞ്ഞാപ്പ് പോകുന്നിരുത്തിട്ടായത്. അവിടെയാണ് അപ്പൊ എൻ്റെ അസിലിന് തന്നെ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിലേ ഓതാൻ വരുമ്പോൾ എൻ്റെ നീയത്ത് ഇതല്ലല്ലോ. ഇങ്ങനെ കുഞ്ഞാപ്പോ ആളുകളെ മുമ്പിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുക. അത് ചെങ്ങായി അന്നെ പഠിപ്പിച്ച ഇപ്പൊ ദർസിൽ പോയി എന്നല്ലല്ലോ. ഇജ്ജ് ഒരു 6 കൊല്ലം ഒരു ദർസിൽ ഉസ്താദില്ലേ, അതിൻ്റെ ശേഷം വേറൊരു ദർസിൽ തന്നെ വിട്ടില്ലേ, അവിടുന്ന് ഈ പോയില്ലേ, പിന്നൊരു 6 മാസം ഈ ഒരു ദർസിൽ പഠിച്ചില്ലേ. ഈ ഉസ്താദുമാർക്കൊക്കെ എന്നെ കുറിച്ചിട്ട് പറയാനുള്ള എന്താ, ഈ ഒരു കുഞ്ഞാപ്പുമായിരുന്നു അന്നും, ഒരു പ്രകടനപരത, അതിൻ്റെ ആശാനാണ് ഈ. അനക്കൊരു തലിംവാലുമില്ല. ഇപ്പൊ ഞാൻ അത്രേ പറയണുള്ളൂ. എൻ്റെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഞങ്ങൾക്ക് അതാ പറയണത്. ഇനിയും മറുപടി അറിയണം. ഇത് കേൾക്കാതിരുന്നിട്ട് കാര്യമില്ല, പറഞ്ഞോളണം മറുപടി. അതാ പറഞ്ഞ ഓരോ പരിപാടിക്ക് ഓരോ സാധനങ്ങൾ നിങ്ങൾ തരും. അത് തരുമ്പോ അനക്കിങ്ങനെ ഇളകും. ഒരിക്കലും എനിക്ക് ഒതുങ്ങിയിരിക്കാൻ നടക്കൂല. കുന്തിരിക്കം പുകയിപ്പിച്ചോടുത്തുനിന്ന് ശൈത്താൻ ചാടിക്കോളണം, ചാടണം. ചാടിക്കും, ഞങ്ങൾ നിന്നെ ചാടിക്കും. ഇതിപ്പോ ഞാൻ ചെറിയൊരു ടെസ്റ്റ് ഡോസാന്ന്. ഇനി ഒന്നും കൂടിയുണ്ട്. ദർസൊക്കെ കഴിഞ്ഞ് ഈ ആദ്യ നീയത്തിലല്ലേ ദർസിന് പോയത്. ദർസിൽ പോയിട്ട് വന്നിട്ട് ജോലി എടുത്ത സ്ഥലം ഏതാ പറയണോ? ഞാൻ ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടിയിലെ മുല്ലാത്തുവളപ്പ് മഹല്ല് പള്ളി. അപ്പൊ ഞാൻ അത്രേ പറയണുള്ളൂ. അപ്പൊ ഈ ചെങ്ങായിടത്ത് കണ്ടിട്ടാണ് ഈ പോയത് എങ്കിൽ അന്റെ പരിണിതി ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതിനിപ്പോ ഈ അയാളെ വെളുപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല. എന്നിട്ട് മൂപ്പര് പറയാണ്, ദർസിലെ ഉസ്താദ് പറയലുണ്ട്, മൂപ്പര് ദർസിലെ ഉസ്താദ് പറഞ്ഞു കൊടുക്കലുണ്ട് ഇത്ര എന്ത് പേരോട്. മൂപ്പർക്ക് അന്നത്തെ കാലത്ത് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകായിരുന്നു. അതിനൊക്കെ ഉള്ള സാമ്പത്തിക സ്രോതസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ആവാതെ അള്ളാടെ ദീനിനു വേണ്ടി ഇങ്ങനെ ആയില്ലേ. അന്നാ ചങ്ങായി വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുകയാണെച്ചെങ്കിൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടുമായിരുന്നു.
വരുന്ന രോഗികൾ വേറെ നോക്കണോ, ചങ്ങായി അടുത്ത് പോകാൻ പറ്റുമല്ലോ എന്നുള്ളത്. ബിൽഡിങ് എഞ്ചിനീയറൊക്കെ ആയ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ വേറെ നോക്കണം. പക്ഷെ എന്നാലും ഈ ഉമ്മത്ത് മൊത്തം അങ്ങനെ നശിക്കുമായിരുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മൂപ്പര് പറഞ്ഞല്ലോ, ഞാനൊരു ഡോക്ടറാ, ഞാൻ മലം പരിശോധിക്കുന്ന, മൂത്രം പരിശോധിക്കണ, എല്ലാം പരിശോധിക്കണ ഡോക്ടറാന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും ഉമ്മത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഉണ്ടായില്ലല്ലോ. എന്നിട്ട് ഈ മുസീബത്ത് ഉണ്ടായത് എന്നിട്ട് പറയണ് വലിയ ആളാണ്, ഭയങ്കര ഹിദമ ചെയ്തത് എന്ന്. പച്ചൊടുക്ക് മൂപ്പർ തന്നെ പറയട്ടെ. പറയാറുള്ളത് പേരോടസ്ഥാന ജീവിതത്തെക്കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെ പറയും, അന്ന് പഴയ കാലത്ത് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയുടെ കാലത്ത് തന്നെ അത്യാവശ്യം ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന വേളയിൽ ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആകാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടാനുള്ള സാമ്പത്തിക ചുറ്റുപാട് അന്നത്തെ കാലത്തുണ്ടായിട്ടും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓതാൻ ഇറങ്ങുകയും ദർസ് നടത്തുകയും സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭയാണ്. ആ മഹാപണ്ഡിത കണ്ടോ, ഒരു മഹാപ്രതിഭയാണ്. ഞാനല്ല അതാ പറഞ്ഞത്. അന്ന് മറ്റേ എഞ്ചിനീയർ ആവുക ഡോക്ടർ ആവുകയൊക്കെ ചെയ്യുകയാണെച്ചെങ്കിൽ ഇപ്പൊ അള്ളാഹുടെ റസൂലിന് നേലുണ്ട് നട്ട് മുഅ്മിനീങ്ങളെ ഇമാം ഫസാദാവൂലല്ലോ. റസൂലുള്ള കുഴഞ്ഞെടുക്കണ വാപ്പാനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കുടുങ്ങൂലല്ലോ. അത് ന്യായീകരിക്കാൻ ന്യായീകരണ തൊഴിലാളികളെ ഉളുപ്പില്ലാണ്ട് ഇറങ്ങേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അള്ളാഹുടെ റസൂലിന്റെ കോലത്തിൽ പിശാച് വന്നേക്കാം എന്ന അപകടകരമായ വാദം ഡോക്ടർ എഞ്ചിനീയർ ആവുകയാണെച്ചാൽ ഈ ഹയവാൻ വാദിക്കുമായിരുന്നില്ലല്ലോ. അങ്ങനെ പോയാൽ മതിയായിരുന്നല്ലോ. എന്താ ചെയ്യുക, കഷ്ടകാലം. ഇയാൾ ജീവിച്ചൊരു കാലത്ത് ഞമ്മക്കും ജീവിക്കേണ്ടി വന്നു. നമ്മളൊരു ദുര്യോഗം. നിങ്ങൾ ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കുക. അന്ന് അയാൾ ഭയങ്കര ഉസാറായിരുന്നു, മറ്റേതായിരുന്നു, മരിച്ചായിരുന്നു. കറഞ്ഞിട്ട് കാര്യമില്ല, സാധനം പിടുത്തം വിട്ടില്ലേ, പറ്റ പോയില്ലേ, കയ്യിൽ നിന്ന് പോയില്ലേ സാധനോ. എന്നിട്ടോ ആ മഹാപ്രതിഭയുടെ വലിയ പ്രതിഭാത്തം പ്രകടിപ്പിക്കുന്ന രംഗം പ്രദർശിപ്പിക്കുകയാണ് ആര്? ദാസ്യവേല എടുക്കുന്ന ഈ ചെങ്ങാതി അൻസാരിക്കുട്ടൻ. മുപ്പര് അനക്ക് പറ്റിയ പേര് സുഹിരി എന്നല്ല കേട്ടോ, സുഹിരി, അതാണ് എനിക്ക് പറ്റിയ പേര്. ആളുകൾ അങ്ങനെ പരിഹസിക്കല്ലേ, പരിഹാസ കഥാപാത്രല്ലേ. അനക്ക് യോജിച്ച പേര് മാടവന ഇബ്രാഹിം കുട്ടിയലേറെ സ്ഥാപനത്തിൽ നിന്ന് അസീസി എന്ന് കിട്ടിയ സുഹിരി അല്ല, കിട്ടിയിട്ടുണ്ടോ അല്ലാഹു അല്ല ഞമ്മക്കറിയൂല, സുഹിരിയാണ് നല്ലത്. അനക്ക് അത് പറയല നല്ലത്. പറയണോട്ട് അതിന് മറുപടി അറിയണം. ഇത് കേൾക്കൂല, ചെവി വട്ടത്തേക്ക് അങ്ങോട്ട് എന്നെ കേൾപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കണയി, ഇല്ലെങ്കിൽ എത്തിച്ചേരണം. ഇല്ലേ ഞങ്ങൾ തന്നെ എത്തിച്ചേരാം, മറുപടി പറയണതിന് വിടൂല ഞങ്ങൾ. എന്താ മനസ്സിലാക്കിയത്? അപ്പൊ ഈ പ്രതിഭ ഉണ്ടല്ലോ, ആര്? പ്രതിഭ അല്ല, പ്രതിഭ, ഈ പേരോടാകുന്ന പ്രതിഭ. ആ പ്രതിഭയുടെ പ്രതിഭാത്തം പ്രകടിപ്പിക്കുന്ന രംഗം പ്രദർശിപ്പിക്കുകയാണ് വേലക്കാരനായ സാക്ഷാൽ നമ്മളെ മീൻപൊരിയൻ വ്യക്തി. അദ്ദേഹം അതൊന്ന് കാണിച്ചോട്ടെ. മുപ്പര ആ പ്രിയപ്പെട്ട നേതാവിനോടുള്ള അദമ്യമായ പ്രണയത്തിൻ്റെയും അനിർവചനീയമായ പ്രേമത്തിൻ്റെയും അടക്കാനാകാത്ത പ്രതിബദ്ധതയുടെയും അങ്ങേയറ്റത്തെ പ്രകടനം, വൈകാരികമായുള്ള രംഗം ആ നേതാവിൻ്റേത് പ്രദർശിപ്പിക്കുക. എല്ലാവരും റെഡി ആയിട്ടിരുന്നോളെ, വെച്ചോടുക്കുക. فيا خسارة نفس في تجارتها لم تشتري الدين بالدنيا ولم تسبي. ദുന്യാവ് കൊടുത്തിട്ട് ആഹാരം വാങ്ങണം, അതിന് പകരം എന്തൊരു വിഷമം അല്ലേ. നല്ലൊരു അഭിനേതാവാ. ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ എഞ്ചിനീയർ മാത്രമല്ല, ഇയാൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോണിച്ച് അതിൽ ഉഷാറായിട്ട് കിട്ടിയിരുന്നു ഇയാൾക്ക്. എന്നാ ഈ റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്നുള്ള വാദം വായിച്ചിട്ട് ഇങ്ങനെ കേടേണ്ടി വന്നിരുന്നില്ല. ഇതിനേക്കാളും എനിക്ക് പറ്റിയ എൻ്റെ ഏറ്റവും ഇതിനേക്കാളും അടുത്തൊരു നേതാവില്ല എനിക്ക്, അയാൾ ഇതിനേക്കാളും സൂപ്പറാണ് നമ്മളെ സുഹിരി. അത് മനസ്സിലാക്കില്ലേ? റോസ്റ്റ് മൗലവി, ഇതിനേക്കാൾ ഉഷാറുള്ളൊരു നേതാവുണ്ട് എനിക്ക്. അത് കണ്ടാത്തൊന്നുമല്ല, മൂപ്പരൊന്നും വന്നോട്ടെ, വെച്ചു കൊടുക്കുവാനെ. പഠിച്ചവരെ എന്റെ വാപ്പാക്ക് പറയാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യ മനുഷ്യരെ. ചിന്തിച്ചു നോക്ക്, അന്ന് വാപ്പ പറയും പോലെ ഇത് പരലോകമാണ് പോലെ, ഇവിടെ അമല് കുരുക്കില്ല പോലെ. ഒരമല് ഞാൻ നിനക്ക് തന്നിട്ട് എന്റെ അമല് കുറഞ്ഞു പോയാൽ പോലെ. യാ അയ്യുഹല്ലദീന ആമനൂ يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. നരകം ഭയാനകമാണ്, സ്വന്തം നഫ്സിനെ കാക്കണേ.
മക്കളെ കാക്കണേ മക്കളെ എന്നാലോചിച്ച് നോക്ക്. അള്ളാന്റെ കാരുണ്യത്തിന്റെ തണലിൽ ജീവിച്ചിട്ട് അവന്റെ വായു ശ്വസിച്ച് അവന്റെ വെള്ളം കുടിച്ച് അവന്റെ കാരുണ്യത്തിന്റെ നിഴലിൽ ജീവിച്ച് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതും കൂടി ഇല്ലേ ശരിയാവില്ലല്ലോ. അത് തുടക്കലുണ്ട് വന്നാലേ കാമിലാവുള്ളൂ. അപ്പൊ മറ്റാൾക്കാൾ ഉഷാറിയാണല്ലേ. അപ്പൊ അഭിനയത്തിന്റെ വിഷയത്തിൽ ഈ പരിഗണിക്കുകയാണെച്ചെങ്കിൽ എൻ്റെ ഈ നേതാവിനെ പരിഗണിക്കണ്ട്. നിങ്ങൾ ബൈ ബൈ ആണല്ലോ. അപ്പൊ ആ ഏർപ്പാടൊക്കെ നിർത്തുക. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, സുഹരി ജി വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ഞങ്ങൾ പേരോടിനോട് വ്യക്തിപരമായിട്ട് പേരോടിനോടോ പൊന്മളയോടോ ബിസിനസ്മാനോടോ ഒന്നും ഞങ്ങൾക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നമില്ല. ഞങ്ങളെ പ്രശ്നം ആദർശപരമാണ്, ആശയാധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു, ആ ആദർശ രംഗത്ത് പൂർണ്ണമായി അപജയം നേരിട്ട് ഒന്നിനും കഴിയാതെ അവശനായി കിടക്കുന്ന ഈ പേരോടിനെ പൊക്കിക്കൊണ്ടുവരാൻ ഏതൊക്കെ റീച്ചുള്ള വ്യൂസുള്ള ഏതൊക്കെ മൗലവിമാര് പ്രത്യക്ഷപ്പെട്ടാലും, ഏതൊക്കെ ആളുകൾ ഏതൊക്കെ മേഖലകളിൽ നിന്നിറങ്ങി പുറപ്പെട്ടാലും, ഇനി വായാടികളായി വാടക തൊഴിലാളികളായി അതാ സോഷ്യൽ മീഡിയകളിൽ നിരങ്ങിക്കൊണ്ടിരിക്കുന്ന സഖാഫികളാകട്ടെ അഹ്സനികളാകട്ടെ, അത് പറമ്പിലോ പീടികയിലോ കൊട്ടുക്കരയിലോ എവിടെയുള്ള ആളുകളാകട്ടെ, ആരൊക്കെ വന്നാലും ഇനി ഏതൊക്കെ പരലുകൾ വന്നാലും ഇവിടെ വമ്പൻ സ്രാവായ പേരോട് തന്നെ ആദർശപരമായി ചത്ത് മലച്ച് ദുർഗന്ധം വമിച്ച് കിടക്കുകയാണ്. അതിൽ നിന്ന് അയാളെ എടുത്തെഴുന്നേൽപ്പിക്കാൻ ഈ പരലുകളുടെ പെടച്ചലുകളെ കൊണ്ട് കഴിയില്ല എന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുഹരിയോട് പറയാനുള്ളത്, ഞങ്ങൾ ചോദിച്ച ആദർശപരമായ ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച, അതെ റസൂലുള്ളയാണ് കടം വീടാനുള്ള ദുആ പഠിപ്പിച്ചത്. അതെ ആ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. സബീനകളിൽ മൗലിദിന്റെ കിതാബുകളിൽ പാരമ്പര്യമായി മുസ്ലിമീങ്ങൾ ചൊല്ലിവരുന്ന ദിക്റുകളുണ്ട്. അതെ മഹാനരായ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ വരെ സ്വലാത്ത് പരസ്യമായി കൊടുക്കാറുണ്ട്. ആ ദിക്റിനെയും സ്വലാത്തിനെയും കടം വീടാൻ ചൊല്ലുന്ന ദിക്റിനെ വഹാബികളുടെ സ്റ്റൈലിൽ പിറു ദിക്ർ എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിരുന്നു. മിണ്ടിയിട്ടില്ല സുഹരി നിങ്ങൾ. പോരാ, രണ്ടാമതായി പരിശുദ്ധമായ സാദുലി റാത്തീബിനെ ദിക്റിനെ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട്. അതിന്റെ ആട്ടത്തെ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചു, കമാ നിങ്ങൾ മിണ്ടിയിട്ടില്ല സുഹരി. മൂന്നാമതായി മഹാന്മാരായ മശായിഖന്മാരെ ആദരിച്ചും ബഹുമാനിച്ചും അവരുടെ കൈകാലുകൾ മുത്തുക എന്നത് സഹാബത്ത് ചെയ്ത പണിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൈകാലുകൾ അസ്ഹാബു റസൂലില്ലാഹ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുത്ത് റസൂലിന്റെ കൈകാലുകൾ ചുംബിക്കുമായിരുന്നു. മിണ്ടിയിട്ടില്ല സുഹരി നിങ്ങള്. പിന്നെയും ഞങ്ങൾ ചോദിച്ചില്ലേ, നീ അന്ന് ചോദിച്ചല്ലോ, മുൻഗാമികളായ ഏതെങ്കിലും അഹ്ലുസുന്നയുടെ സാത്വികരായ ഉലമാ ഇങ്ങനെ അവരെ ഗുരുവര്യന്മാരോട് കാലുമുത്തിയിട്ടുണ്ടോ? ഇസ്മായിലുൽ ഹളറമി തങ്ങൾ മൻ ഖബ്ബല ഖദമി ദഖലൽ ജന്ന എന്ന അവിടുത്തെ പ്രസ്താവനയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും സുഹരി മുണ്ടിയിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആദർശപരമായി ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവനും മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾ ഒളിച്ചോട്ടം നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് മതി. നിങ്ങളുടെ ഈ ചത്തുമലച്ച് ചീഞ്ഞു നാറി ദുർഗന്ധം വമിക്കുന്ന ഈ നേതാവിനെ വെളുപ്പിച്ചെടുക്കാൻ വരൽ. ഇവൻ ബാധിച്ച ഏറ്റവും അതപ്പതിച്ച തരം താഴ്ന്ന വാദമാകുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും കഴിയാതെ അവശനായി കിടക്കുന്ന വാപ്പയെ പോലെയാണ് എന്ന് ഉദാഹരിച്ച ഉദാഹരണം കടുത്ത തെറ്റാണ്, പാതകമാണ്. ഇന്ന് വരെ ഒരു വഹാബി പോലും വാദിച്ചിട്ടില്ലാത്ത, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പോലും
പോലും വാദിച്ചിട്ടില്ലാത്ത, തബ്ലീഗ് ജമാഅത്തുകാരൻ പോലും വാദിച്ചിട്ടില്ലാത്ത, നിരീശ്വരവാദിയോ നിർമ്മതവാദിയോ യുക്തിവാദിയോ വാദിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ തരം താഴ്ന്ന വാദം ഈ പറയുന്ന പേരോട്ടുകാരൻ വാദിച്ചിട്ടുണ്ട്. അതിനെ ശരിയാക്കിയെടുക്കാനും വെളുപ്പിച്ചെടുക്കാനും ഏതൊക്കെ പരലുകൾ ഇറങ്ങി പുറപ്പെട്ടാലും അത് വൃഥാവിലാവുകയേ ഉള്ളൂ എന്നീ സമയം ഓർമ്മപ്പെടുത്തി പറഞ്ഞ വിഷയങ്ങൾക്ക് ആദർശപരമായി സുഹരി പ്രതികരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും പുകച്ച് ഞങ്ങൾ പുറത്ത് ചാടിക്കുക തന്നെ ചെയ്യും.